അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ ഒരു ഷെയ്ഖ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, കുരിയാട്ടുകാരൻ വലിയുല്ലാഹിയാണിത് എല്ലാവർക്കും തിരിഞ്ഞിട്ടില്ല എന്ന് ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ക്ലിപ്പ് നമുക്ക് ഇടാം. നമുക്ക് അയാളോടൊരു വിരോധമല്ല, ഇതുവരെ നമ്മൾ മൂപ്പർക്കെതിരെ എന്നല്ല, അങ്ങനെ ഒരാളുകൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുമില്ല. ഇപ്പോൾ കേരളത്തിലെ ലോകത്തിലെ തന്നെ മാതൃകയായ ജാമിയ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദീവി അവർകളാണ്. ഉസ്താദിനെ കുറിച്ച് കുറെ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്താദ് ഒരു വലിയാണ്, പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചതാണ്. പലപ്പോഴും വലിയമാരല്ലാത്തൊരു വലിയമാരെ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല. മാത്രമല്ല ആളുകൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുമില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് 94-ാം വയസ്സിലും വ്യാജം പറയുമോ ആണ് സന്ദേഹമാണ്. മൂപ്പര ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആടെന്തറിയുന്നു അങ്ങാടി നിലവാരം എന്ന് ചോദിച്ചതുപോലെ മൂപ്പർ ഇപ്പോഴും ആ പഴയ ലെവലിൽ തന്നെയാണുള്ളത്. ചോദിക്കണ കേട്ടാൽ തോന്നും ഉസ്താദ് ചെയ്ത എല്ലാ പ്രവൃത്തികളും ബാക്കി എല്ലാ പ്രവൃത്തികളും ഇവർ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഒരു അവകാശവാദം എന്നുള്ളൊരു ഷെയർ മുബാറക്ക് അത് വ്യാജമാണെന്ന് തെളിയിച്ചു എന്നല്ല. എവിടെ തെളിയിച്ചത്? നിങ്ങൾ വാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഷെയർ മുബാറക്ക് വ്യാജമാണെന്ന് വാദിച്ചു എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. തെളിയിച്ചു എന്ന് പറയാനുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങളെ ഒപ്പുവാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സുന്നികൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയും? നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും ഉസ്താദിൻ്റെ ബാക്കി എല്ലാ പ്രവൃത്തികളും അംഗീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉസ്താദ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെ ആയിരക്കണക്കിന് എത്തിമക്കളെ പോറ്റുന്നു അല്ലേ? എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ച് കഴിഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നു. തക്കാഫിൻ്റെ പേരിൽ പാവപ്പെട്ട ചെറിയ മക്കളെ നോക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും മറ്റും കൊടുത്ത് ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുക്കുന്നു. സമൂഹത്തിലെ നാനാ തുറകളിൽ അവർ പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നു. അവരുടെ സേവനം സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എത്രയോ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ അതിൻ്റെ സ്ഥാപനങ്ങളിലുണ്ട്, പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങളിലുണ്ട്. അതുപോലെ കേരളത്തിലെ പിടിച്ചു കുലുക്കിയ പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോൾ, ഉരുൾപൊട്ടലും അതുപോലെ വെള്ളപ്പൊക്കം അതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പ്രസ്ഥാനവും ഉസ്താദും അവരാൽ കഴിയുന്ന രൂപത്തിൽ വളരെ സുത്യർഹമായ ആരാലും പ്രശംസിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവിടെയൊന്നും കാണുന്നില്ല. അവിടെ ഒന്നും വേണ്ട, നിങ്ങൾ അംഗീകാരവും സർട്ടിഫിക്കറ്റൊന്നും ഇവിടെ അവർക്കും ആവശ്യമില്ല. നിങ്ങൾ പരമാവധി മുടക്കാനാണ് ശ്രമിക്കാറ്, എല്ലാം നിങ്ങൾ മുടക്കാനാണ് ശ്രമിക്കാറ്. എന്നിട്ടിപ്പോൾ പറയാണ് വ്യാജാണ് പറയണേട്ടാ. ബാക്കിയൊക്കെ അംഗീകരിച്ച മാതിരി ബാക്കിയൊക്കെ ഇവർ ഒപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം ഇവർ ചെയ്ത് വളരെ ധീരമായ പ്രവർത്തനമാണ്, വലിയ സംഗതിയാണ്, വലിയ സാമൂഹിക പരിഷ്കർത്താവാണ് എന്നൊക്കെ പ്രസ്താവന ഇറക്കി ഇത് ചെയ്തത് മാത്രം ശരിയായില്ല എന്നാ പറയുന്നതെന്ന് തോന്നും കേൾക്കുന്നവർക്ക്. പ്രത്യേകിച്ച് ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ വേറെപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ഒരു വിറ്റ് പോസ്റ്റ് കണ്ടു എന്നതുപോലെ അതാ ഹസദും മിന്നിന്ന്. അല്ലാതെ എന്താ ഇതിന് പറയുക? ഇത്രയൊക്കെ പ്രായം നിങ്ങൾക്കും ആയില്ലേ? നിങ്ങൾ ആദ്യം ഒരു പണി, നിങ്ങൾ ആ സമസ്തയിൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ നോക്കി, അതിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കി. നിങ്ങൾ എന്ത് തെളിയിക്കാനാണ് ഇങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെ സമൂഹത്തിൽ കുൽസിത പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒരു 30 സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നിക്കുക. ഏതായാലും നിങ്ങളുടെ പ്രായം ഇങ്ങനെ ഉസ്താദിനെ എതിർത്തും കൊണ്ട് വേറെ എവിടെയും എതിർപ്പില്ലല്ലോ നിങ്ങൾക്ക്, വേറൊരു പ്രശ്നത്തിൽ എതിർപ്പില്ല. ഞാൻ വേണമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളുടെ ഹുദവികളുടെ പരിപാടിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഇപ്പം ഇതിലിടും. പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ഇപ്പം നീങ്ങുന്നില്ല. അതൊക്കെ ഒന്ന് ശരിയാക്കി വരും. എന്നിട്ട് ഇവിടുത്തെ വ്യാജാണോ അത് ഒറിജിനലാണോ എന്നൊക്കെ തെളിയിക്കാനുള്ള പണികൾ എടുക്കാം. നിങ്ങൾക്കും അതിലെ കുറച്ചൊക്കെ പ്രായം അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഏതായാലും അസ്സലാമു അലൈക്കും.